സോഷ്യൽ മീഡിയയിലുള്ള ഒരു ആരോപണം SDPIയും CPIയുമായിട്ട് ഒരു രഹസ്യധാരണയുണ്ട്. പറഞ്ഞെടുക്കുകയെ വെൽഫെയർ പാർട്ടിയുടെ അനൗദ്യോഗിക ഹാൻഡിലുകളാണ്. അതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നത് കാരാട് തലശ്ശേരിയിൽ CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രി കേസിൽ പ്രതിയാണത്. അത് വേണ്ട രീതിയിലുള്ള ഒരു റിയാക്ഷൻ SDPIയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതൊരു സൂചനയാണെന്നാണ് പറയുന്നത്. അത് എന്ത് പിന്നെ അർത്ഥമാണ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറഞ്ഞൊരു അർത്ഥം? ഇവിടെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ പിന്നെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ ജാമ്യത്തിലിറങ്ങി മത്സരരംഗത്ത് ഇറങ്ങാറുണ്ട്, സ്വാഭാവികമാണ്. അതുപോലെ അവിടെയും ഇറങ്ങുന്നു, മത്സരിക്കുന്നു. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാരായി സഹോദരന്മാരിൽ ഒരാള് അവര് മത്സരിച്ചിരുന്നു, നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. ഒരാൾ മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ച് ചെയർമാനായിരുന്നു. ആ സമയത്ത് ആർക്കും എതിർപ്പ് വന്നിട്ടില്ല. ഞങ്ങൾ അന്നും അതിനെ അത്ര കണ്ടിട്ടുള്ളൂ. ഒരു സ്ഥാനാർത്ഥി, നമ്മുടെ സ്ഥാനാർത്ഥി അല്ലല്ലോ, SDPIയുടെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ SDPI പിന്തുണക്കുന്ന ആ സ്ഥാനാർത്ഥി SDPI പിന്തുണക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്തോ ഒരു ദുരോധം ഉണ്ടെന്ന്. എന്താണ് ഒരു ജനാധിപത്യ സംവിധാനത്തില് പിന്നെ കേസിൽ ഉൾപ്പെട്ട ആളുകൾ നമ്മൾ അങ്ങനെ പരസ്യം എതിർക്കുന്ന അർത്ഥമില്ലല്ലോ. അങ്ങനെ അത് ശരിയായ രീതിയല്ല. പല പാർട്ടികളും മത്സരിക്കാറുണ്ട്. നമ്മൾ ആ സ്ഥാനത്ത് പിന്തുണക്കുന്നുവെങ്കിൽ അവർ ആരോപണമൊക്കെ ശരിയാണ്. അങ്ങനെ പിന്തുണക്കാത്തിടത്തോളം കാലം ആ പറയുന്നത് UDFന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ പിൻഗണി എന്നതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് ഇപ്പൊ വെൽഫെയർ നമുക്കറിയില്ല, വെൽഫെയർ പാർട്ടി പറഞ്ഞു എന്ന് നമുക്കറിയാം. നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് UDFന് വേണ്ടി കളിക്കുകയാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ആ കാരായി പിന്നെ രാജൻ മത്സരിക്കുമ്പോ ഞങ്ങള് UDFന് സപ്പോർട്ട് ചെയ്യണം എന്നൊരു താല്പര്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അവിടുത്തെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം, കണ്ണൂർ ജില്ലയിലെ മുൻ ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുൻ മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയ വളരെ പ്രഗത്ഭനായ AC ജലാലുദ്ദീൻ സാഹിബിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പോ അത് ഞങ്ങൾ വളരെ ശക്തമായി മത്സരിക്കുന്നു. അങ്ങനെ അവിടെ ഷഹീദായ ഫസൽ എന്ന സഹോദരനോട് വല്ല താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത്, നേരത്തെ ആ ഫസൽ സാഹിബിന്റെ ഭാര്യ അവിടെ പഞ്ചായത്തില് മുനിസിപ്പാലിറ്റി മത്സരിച്ചിരുന്നു. അവർ പിന്തുണച്ചിട്ടില്ല ആരും. നേരത്തെ ഈ പറയപ്പെടുന്ന പ്രതികൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റികൾക്ക് മത്സരിച്ചിരുന്നു. അന്ന് ആരും പരാതി പറയുന്നില്ല. ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവേശം കൊള്ളുന്നത് അവർക്ക് അത് ഒരു ഷഹീദിന്റെ രക്തസാക്ഷിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്ന, അല്ലെങ്കിൽ അതിലെ പ്രതികൾക്ക് വേണ്ടി ഭയങ്കരമായി സംസാരിക്കുന്നതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു UDFന് വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയമാണ്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. മുസ്ലിം ലീഗും ഞങ്ങളുമായി പ്രശ്നമുണ്ട് എന്ന് പറയാൻ മുമ്പ് അങ്ങനെ ഒരു സഖ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുസ്ലിം ലീഗുമായി SDPI ഉണ്ടാക്കിയിട്ട് 2009 ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ 2009 ഉണ്ടായ പാർട്ടി ഇപ്പോ 2026 നിൽക്കുമ്പോ ഈ ഒരു കഴിഞ്ഞ 17 വർഷത്തോളമുള്ള കാലഘട്ടത്തിൽ ലീഗുമായി ഒരിടത്തും സഖ്യമുണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ ഇപ്പോഴായിട്ട് അങ്ങനെ അതിലർത്ഥമില്ല. മുമ്പുമില്ല, ഇപ്പോഴും ഇല്ല. അവരുമായി പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിദ്വേഷമോ ഇല്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും, അതില് RSS BJP ഒഴികെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും പ്രത്യേക മമതയോ പ്രത്യേക വിദ്വേഷമോ ഇല്ല എന്ന പോളിസി ഞങ്ങൾ മാറിയിട്ടില്ല. പിന്നെ ഞങ്ങളും ലീഗുമായി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ചിലങ്ങൾക്ക് ചില അസ്വാരസ്യങ്ങളായിട്ടുണ്ട്. അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അത് അതിന്റെ കേസുമായി വഴിക്ക് പോകും. അതുപോലെ മറ്റു പാർട്ടികളുമായി ഉണ്ടായിട്ടുണ്ടല്ലോ. CPIയുമായി ഉണ്ടായിട്ടില്ല. ഞങ്ങള് കഴിഞ്ഞ 10-15 വർഷത്തിൽ CPIയുമായി എത്ര അടി ഉണ്ടായിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളില്. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, എല്ലാ പാർട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടല്ലോ. CPIഎമ്മും കോൺഗ്രസും തമ്മിലുണ്ട്, CPIഎമ്മും CPIയും തമ്മിലുണ്ട്, മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുണ്ട്. അതുപോലുള്ള സംഘർഷങ്ങൾ ചില രീതിയിലൊക്കെ ഇലക്ഷൻ വന്നിട്ടുണ്ടാവും. അതിലപ്പുറത്തേക്ക് അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ, ഇങ്ങനെ BJP ഒരു യാഥാർത്ഥ്യമാണ്.
ഒരു യാഥാർത്ഥ്യമാണല്ലോ. നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണ്. BJPക്ക് ഒരുപാട് മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തായിരുന്നു, 9 മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്, 10 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന 3ാം സ്ഥാനത്തുണ്ട്. അങ്ങനെ ഒരു വലിയ, പിന്നെ ഒരുപാട് CPM എന്നും പിന്നെ കോൺഗ്രസ് എന്നും മുസ്ലിം ലീഗ് എന്നും അടക്കം ആളുകൾ BJPയിലേക്ക് പോകുന്നു. അപ്പൊ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അവരെ പിന്നാലെ കൂടി അവർക്കെതിരിൽ ഒരു നിലപാട് സ്വീകരിച്ച് ടാറ്റം സ്വീകരിച്ച് അവരെ പരിചയപ്പെടുത്തുക എന്നതിലേക്ക് പോകുന്ന അർത്ഥമില്ല. കാരണം ഒരു യാഥാർത്ഥ്യമായ ഒരു സംഗതിയെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇന്ത്യ രാജ്യത്ത് 2-3 സംസ്ഥാനം ഒഴിച്ച് ബാക്കിയൊക്കെ BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള വലിയ സ്വാധീനമുള്ള സ്റ്റേറ്റുകളല്ലേ. അപ്പൊ അവിടങ്ങളിലൊക്കെ BJPക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ നമുക്ക് മത്സരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഞങ്ങള് പിന്നെ കേരളത്തിൽ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാനിലും ബീഹാറിലും ആസാമിലും എല്ലായിടത്തും ഉണ്ട്. ഒരു 10-20 സംസ്ഥാനങ്ങളുണ്ട്. 15 സംസ്ഥാനങ്ങളിൽ ഘടനാപരമായ ശക്തമായ സ്വാധീനമുണ്ട്. അപ്പൊ അവിടൊക്കെ ഞങ്ങൾ ഈ ഒരു രീതി സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നിൽക്കാൻ അവകാശം ഉണ്ടാവില്ല. കാരണം അവിടൊക്കെ BJP ഉണ്ട്, എങ്ങനെ മത്സരിക്കുക? അപ്പൊ അത് ഇനി അർത്ഥമല്ല അങ്ങനെ തുടരുന്നതിൽ. പക്ഷെ BJP ജയിക്കരുത് എന്നുള്ള താല്പര്യം, പ്രത്യേകിച്ചും ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കേരള വിരുദ്ധ പാർട്ടിയാണ് BJP. കേരള വിരുദ്ധ പാർട്ടിയാണ് തീർത്തും. നമുക്കറിയാം, പിന്നെ ഇവിടെ കേരള സ്റ്റോറി ഇറക്കുന്നതിൽ അവരുടെ പങ്കാളിത്തം നമുക്കറിയാം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അവരുടെ പങ്കാളിത്തം നമുക്കറിയാം, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തരാത്ത പ്രശ്നം നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഹിതം സ്റ്റേറ്റിന് കൊടുക്കാതെ കേരളത്തെ പ്രയാസപ്പെടുന്നത് നമുക്കറിയാം, വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ഉദ്ഘാടനത്തിന് കേരളത്തിലെ മന്ത്രിമാരെ വിളിക്കാത്തറിയാം. അങ്ങനെയുള്ള കേരളത്തിന്റെ ജനങ്ങളെ പിന്നെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലക്ക് BJPയെ പരമാവധി തോൽപ്പിക്കണം എന്നതാണ് നമ്മുടെ താല്പര്യം. അത് എല്ലാ പാർട്ടികളും മുന്നോട്ട് വരണം, എല്ലാവരും അതിൽ ഒന്നിച്ചു നിൽക്കണം. അല്ല, അത് ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ ഭരണത്തിൽ വേണമെന്നാണ്. അത് നടക്കുകയല്ല. പക്ഷെ നമ്മൾ മത്സരിക്കുന്നത് അങ്ങനെയല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയും മത്സരിക്കുന്നത് പരാജയപ്പെടുത്താനല്ലേ, ജയിക്കാനല്ലേ. അത് അല്ല, ഞങ്ങൾ അത് ഒരു മുന്നണിക്ക് ഞങ്ങൾ അങ്ങനെ മാൻഡേറ്റ് കൊടുക്കുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നു, അവര് വന്നോട്ടെ, അത് നമുക്ക് മാനിക്കാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന മുന്നണി വരണം. പിണറായി വിജയന്റെ ഭരണം ഒരു ജനവിരുദ്ധ ഭരണമല്ല ആയിരുന്നു എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. കുറവുകളും ഗുണങ്ങളും ഉണ്ട്. അല്ല, അതില് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു മാർക്കിട്ട് പോകാൻ നമ്മളൊരു സിസ്റ്റം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, മാർക്കറ്റാണ് നമുക്ക് അതിനൊരു ചർച്ച വരും. മാറി പൊതുവെ നമ്മളിപ്പോ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, മുമ്പൊരിക്കൽ പത്രക്കാർ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം അത്ര വലിയ, പക്ഷെ അവരുടെ പിന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാമർശങ്ങളും വലിയ രീതിയിലുള്ള പിന്നെ അവർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വന്നതാണ്. അത് RSSന് തീരുന്നൊക്കെ രീതിയിലൊക്കെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല, അങ്ങനെ തന്നെയാണ്. ഈ വികസന കാര്യങ്ങളിൽ എങ്ങനെ വികസന കാര്യങ്ങളിൽ വലിയ വികസന പെരുമഴ സൃഷ്ടിക്കുന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അതിലൊരു കഴിഞ്ഞ വർഷത്തെ അതിനു മുമ്പുള്ള കാലങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരു മാറ്റം പ്രകടമാണ്. കുറെ കാര്യങ്ങളിൽ മാറ്റം പ്രകടമാണ്. അതിപ്പോ എല്ലാ മുന്നണികളും അവരുടെ പിന്നെ 5 വർഷത്തെ ഭരണ സമയത്ത് അവസാനത്തില് അവർ നടത്തിയ പിന്നെ വിവിധ വികസന പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. അതുപോലെ CPM പറയുന്നു. അല്ല, അതെ, ഞാനതാ പറഞ്ഞത്. അതില് കുറെ കാര്യങ്ങളിൽ CPMന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ എല്ലാ വകുപ്പുകളും ഒരേ സമാനമായ രീതിയിൽ പിന്നെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും കഴിഞ്ഞിട്ടില്ല, നോമിനേഷൻ തുടങ്ങി കഴിഞ്ഞു. എങ്ങനെ അവരിൽ നിന്നൊരു നല്ല ഭരണം പ്രതീക്ഷിക്കുന്നു? കോൺഗ്രസ് നല്ല ഭരണം അവർക്ക് കഴിയണം. പക്ഷെ അവരുടെ ഈ പരസ്പരമായ കാലുവാരലും ജനങ്ങളിൽ ഒരു അവിശ്വാസം ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് ഒരു ലീഡറെ ഉയർത്തി കാണിച്ച്
വോട്ട് ചോദിക്കൽ നല്ലതാകുമായിരുന്നു. അത് സാധ്യം അല്ല ഇല്ല. എന്നാലും നമുക്ക് ഒരു ഇലക്ഷനെ നേരിടുമ്പോ അതിന്റെ ടീമിനെ ആര് നയിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണല്ലോ. ഇപ്പോ LDF പിണറായി മുൻനിർത്തി പിണറായി ടീമിനെ നയിക്കും എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാൻ നല്ലതാണ്. ഇപ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആളുകൾക്ക് മുമ്പിൽ ഒരു ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണം. ഇപ്പൊ അവർ തമ്മിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോ കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ് ഒരു ഭാഗത്ത് ഭയങ്കരമായ ഭീഷണി ഉയർത്തുന്നു. അത് MP-മാര് മത്സര രംഗത്ത് വിജയിച്ചു എന്നുള്ള MP-മാര് അവരുടെ കാലാവധി തീർന്നെന്ന് തീർന്നില്ല എന്ന് മാത്രമല്ല വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന രീതി എന്തായാലും ജനങ്ങളുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഒഴിവാക്കണം. അത് ശരിയല്ലല്ലോ. ഒരു വർഷം മുമ്പ് ജനങ്ങളെ കേന്ദ്രത്തിലേക്ക് മാൻഡേറ്റിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നു, MP ആയി ജയിച്ചു വരുന്നു, എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ട് രാജിവെക്കാൻ പോകുന്നു. ഇതൊരു ശരിയായ രീതിയല്ല. അല്ല അങ്ങനെ മാർക്കിടുന്നില്ല. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ CPM-ന് മാർക്കിടുന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എത്ര കോൺഗ്രസ്സുകാർ, നിഷ്പക്ഷരായ കോൺഗ്രസ്സുകാർ അവരുടെ പ്രൊഫൈലുകളൊക്കെ ഈ ഹാൻഡിലുകളൊക്കെ അവർ പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഇങ്ങനെ നടത്താൻ പാടില്ല അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാര് ഇവിടെ CPM-ന് മാർക്കിടുന്നല്ല അതിനർത്ഥം. തെറ്റായി ആരും ചെയ്യുന്നു ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി ചൂണ്ടിക്കാണിക്കണമല്ലോ, ആര് തെറ്റ് ചെയ്താലും. സുധാകരൻ അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമൊക്കെ നടത്തി അന്ന് തന്നെ പറഞ്ഞതിൽ കുറെ ഭാഗം ഉപയോഗിച്ചത് SDPയെ പറ്റി പറയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും അമ്പലപ്പുഴ MLA-യുമായി ബന്ധപ്പെടുത്തി SDPI വൽക്കരണം CPM നടന്നതെന്നൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. അതിനുശേഷമാണ് അദ്ദേഹം UDF-ലേക്ക് പോകുന്നത്, അവർ സ്ഥാനാർത്ഥിയായി മാറുന്നത്. ചേർത്ത് കിട്ടിയാണ് അദ്ദേഹം പോയത്. അല്ല, അദ്ദേഹം അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും മുഴുവൻ കേട്ടത്. അദ്ദേഹം അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ SDPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടുണ്ടായി, അവൻ നന്നായി പ്രവർത്തിച്ചു. അതാണ് അതിൽ ഏറ്റവും ഞങ്ങളവിടെ നന്നായി പ്രവർത്തിച്ചു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു, അത് ഞങ്ങൾക്ക് നേട്ടമുണ്ടായി. അത് അദ്ദേഹം അടിവരയിട്ട് കൗണ്ടർ സൈൻ ചെയ്ത് തന്നു. അത് സന്തോഷം. സുധാകരനോട് നമുക്ക് വളരെ നല്ല ആ കാര്യത്തിൽ നല്ല മതിപ്പാണ്. കാരണം ഞങ്ങളുടെ പ്രവർത്തനത്തിന് നല്ല സർട്ടിഫിക്കറ്റാണ് അദ്ദേഹം തന്നത്. അതത്രേ ഉള്ളൂ. പിന്നെ ലോക്കൽ ബോഡിയിൽ വിജയിച്ച ജനപ്രതിനിധികളോട് അവിടുത്തെ MLA-മാർ കാണിക്കേണ്ട സ്വാഭാവികമായ സൗഹൃദവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെയല്ലേ വേണ്ടത്. SDPയുടെ ജനപ്രതിനിധി ജയിച്ചു എന്നുകൊണ്ട് മാത്രം അവർക്ക് MLA ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകാൻ പാടില്ല. അതവിടെ നല്ല സമീപനം അവിടുത്തെ CPM MLA-മാര് കാണിച്ചിട്ടുണ്ട്. അത് ആ ജനങ്ങൾക്കാണ് അതിന് ഗുണം. SDPക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല, ആ ജനങ്ങൾക്കാണ് ഗുണം. അതുകൊണ്ട് അങ്ങനെ നല്ല എല്ലാ പാർട്ടികളുമായും അവിടെ ഏതൊക്കെ നല്ല പാർട്ടികളുണ്ട് അവർക്കുമായൊക്കെ നല്ല സഹകരണം ഞങ്ങള് തുടരുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ എവിടെയും കോൺഗ്രസിനോട് പ്രത്യേകമായ ഒരു വിയോജിപ്പോ എതിർപ്പോ എവിടെയും കാണിച്ചിട്ടില്ല. ചിലങ്ങളൊക്കെ ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിച്ചു വന്നതിന് ശേഷം പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്തില്ല പലയിടത്തും. അപ്പോ അതിനൊരു പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, അങ്ങനത്തെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, ഷൊർണൂർ മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലോ കുറെ മണ്ഡലങ്ങൾ. വരും. അത് തീരുമാനം എടുത്തിട്ടില്ല. നമുക്ക് മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ വോട്ട് ചെയ്യണമല്ലോ എന്തായാലും. ഈ ജനാധിപത്യ പ്രക്രിയ നമ്മൾ പങ്കാളികളാവണം. അത് അതിന്റെ ഒരു രീതി എന്താണെന്നുള്ളത് ദേശീയ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനം എടുക്കും. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പലയിടത്തും BJP കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിരുന്നു. വടകരയിൽ രഹസ്യമായിട്ടും കോഴിക്കോട് ജില്ലയിൽ രഹസ്യമായിട്ടും അല്ലെങ്കിൽ പരസ്യമായിട്ടും പലയിടത്തും കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് SDP നേരത്തെ ആരോപിച്ചിരുന്നത്. അതിലെന്തെങ്കിലും ഇപ്പോഴും അങ്ങനെ തുടരുന്നു? മുസ്ലിം ലീഗ് ആയിരുന്നു അത് കാര്യമായി അതിൽ താല്പര്യമെടുത്ത് അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ആ സ്ഥാനത്തിന് ഇപ്പോഴുള്ളത്. നേരത്തെ ഒരു പറഞ്ഞ അഭിപ്രായം മാറ്റി പറഞ്ഞ കാര്യമില്ലല്ലോ, ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഈ
ഈ പാലക്കാട് CPM ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇടയാകില്ല. അത് CPM മറുപടി പറയേണ്ടതാണ്. അതിൽ അവരുടെ കാഴ്ചപ്പാടെന്നപോലെ നമുക്കറിയില്ലല്ലോ. CPM എന്തുകൊണ്ടാണ്. പിന്നെ അതിൽ നമ്മൾ ഒരു രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തി, ഹിന്ദു കാൻഡിഡേറ്റ് നിർത്തി, അങ്ങനെ പറയുന്നതിലുള്ള ഒരു അസുഖകരമായ രീതി ഉണ്ടല്ലോ. ഞങ്ങളിതിൽ കുറെ ക്രിസ്ത്യാനികളുണ്ട് സ്ഥാനാർത്ഥികള്. പിന്നെ അപ്പൊ അത് ഞങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ ഞങ്ങൾ ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. ആളുകള് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആരാണ്, ഏറ്റവും നന്നായി ജനങ്ങളെ വിഷയങ്ങളെ ഇടപെടാൻ നല്ലതാരാണ് എന്നൊക്കെ നോക്കിയിട്ട് നിർത്തും. അതിലത്ര. പിന്നെ അത് മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തി അത് ഇവര് അങ്ങനെയൊക്കെ പറയുന്നതിലുള്ള ഒരു നമ്മൾ കേരളീയർ അങ്ങനെ പറയുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. അവർക്ക് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടാവും. അത് BJPയെ സഹായിക്കാനോ നമുക്കറിയില്ല. പിണറായി ഗവൺമെന്റിലുള്ള ഏറ്റവും വലിയ പരാതി ഉന്നയിക്കുന്നത് അതൊരു മുസ്ലിം വിരുദ്ധ സമീപനം അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു. SDP നിലപാടെന്താ? പിണറായി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രണ്ടാം B ടീമാണ് എന്നതായിരുന്നു വലിയ പ്രചരണത്തിലുണ്ട്. അതിനെക്കുറിച്ച് SDP അഭിപ്രായം. CPM ചില ഞാൻ നേരത്തെ പറഞ്ഞത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇടപെടലുകളിൽ ഒരു RSSന്റെ സ്വാധീനം ഉണ്ടായി എന്നുള്ളത് പലയിടങ്ങളിലും CPMകാർ തന്നെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി അല്ല, RSS ആണെന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരോപണങ്ങളിൽ നിന്നും വല്ലാതെ മാറിപ്പോയിട്ടില്ല. പിന്നെ അതായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്ന ഇത്. അവര് ഇപ്പോൾ കുറെ കാര്യങ്ങളില് അവര് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. അതൊരു പക്ഷെ BJP ഗവൺമെന്റിന്റെ പിന്നെ ഈ വളരെ കിരാതമെന്ന് പറയപ്പെടാവുന്ന നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിരോധമായിട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചില ഇതുണ്ട്. അത് എല്ലാ പാർട്ടികളും അവരുടെ ഈ കേന്ദ്ര ഭരണവുമായിട്ടൊക്കെ പലപ്പോഴും പിന്നെ രാജിയാവുകയോ ധാരണ ഉണ്ടാവുകയോ ചെയ്ത അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്പ കുത്താൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിണറായി ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണ് എന്ന അഭിപ്രായം ഉണ്ടോ? അല്ല, ഞാനതാണ് പിണറായി ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ അങ്ങനെയൊന്നും നമ്മൾ ഒരു മുന്നണിയെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ, ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കെതിരെ ശക്തമായി നിലകൊണ്ടാൽ അതിന്റെ റിസൾട്ട് ആർക്കാ ഉണ്ടാവുക? അത് പ്രധാന പ്രതിപക്ഷത്തിനാണ് ഉണ്ടാവുക. ഞങ്ങൾ അത്തരം തരത്തിലേക്ക് എന്തായാലും പോകുന്നില്ല. അത് UDFനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല, LDFനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. കേസ് ബൈ കേസായിട്ട് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് സാധ്യമാവുള്ളൂ. ഞങ്ങൾ ഇവിടെ ഒരു നല്ല പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടാവണം, ജനങ്ങളുമായി നല്ല ഇടപഴകുന്ന, ജനങ്ങൾക്ക് ആക്സസ് ഉള്ള, ജനാധിപത്യ ബോധമുള്ള നല്ല ജനപ്രതിനിധി ഉണ്ടാകണം എന്ന താല്പര്യത്തോടു കൂടി ഏറ്റവും നല്ല ജനപ്രതിനിധികൾ നമ്മുടെ കേരള നിയമസഭയിലേക്ക് എത്തിക്കണമെന്ന താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടിയുള്ള നല്ല കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ KK ഗ്രൂപ്പിനൊക്കെ ഞങ്ങൾ സ്വന്തം സ്ഥാനം അവതരിപ്പിക്കുന്നതിന്റെ ഒരു വലിയ മെസ്സേജ് ഇല്ലേ? അങ്ങനെ അതാണ്.